സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ് നമുക്കൊപ്പം തത്സമയം തുടരുകയാണ്. ശ്രീ ജയപ്രകാശ്, SFI നൽകുന്ന ഉറപ്പ് അങ്ങ് കേട്ട് കാണുമല്ലോ. ആ ക്യാമ്പസിൽ 3-4 പേർ എന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞുകൊണ്ടുവരുന്നത്. കുറ്റക്കാരെ സംരക്ഷിക്കില്ല എന്ന് പറയുന്നത് പെട്ടു എന്ന് മനസ്സിലായ ഘട്ടത്തിലുമാണ്. അത് അങ്ങേക്കും അറിയാമല്ലോ ഈ 3 ആഴ്ച എന്തൊക്കെയാണ് നമ്മൾ കണ്ടതെന്ന്. അതെ, എനിക്ക് വളരെ വ്യക്തമായി തന്നെ അറിയാമല്ലോ ഇതാരാണ് ചെയ്തത്, എങ്ങനെയാണ് ചെയ്തത്. ഞാനിപ്പോൾ ഇതിനിടയ്ക്ക് ഒരു രാഷ്ട്രീയം പറയാൻ ഉദ്ദേശിക്കുന്നില്ല, എനിക്ക് താല്പര്യവുമില്ല. എന്നാലും പറയുകയാണ്, ആ സംഘടനയാണല്ലോ ഈ ക്രൂരകൃത്യം ചെയ്തത്. സംഘടനയാണ് എന്ന് ഞാൻ പറയാൻ കാരണം പറഞ്ഞാൽ ആ സംഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാരവാഹികളാണ്. വെറും പ്രവർത്തകരല്ലല്ലോ, പ്രധാനപ്പെട്ട ഭാരവാഹികൾ, യൂണിറ്റ് സെക്രട്ടറി, ജോയിൻറ്റ് സെക്രട്ടറി അല്ലെങ്കിൽ ചെയർമാനോ അങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ഒരു സംഘടനയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിലെന്ന് പറയുമ്പോൾ ഏത് സംഘടന ആയിക്കോട്ടെ, ഏത് പാർട്ടിയുടെ ആയിക്കോട്ടെ, ഞാൻ അതിൽ ഒരു പാർട്ടിയിലോട്ട് എനിക്ക് പോകാൻ താല്പര്യമില്ല, എനിക്ക് രാഷ്ട്രീയം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഈ ഒരു സംഘടനയിലുള്ള പ്രധാന ഭാരവാഹികളാണല്ലോ ചെയ്തേക്കുന്നത്, ബാക്കിയുള്ള പ്രവർത്തകർ. അപ്പം ഈ 4 പേര് അവർ സസ്പെൻഡ് ചെയ്തു, നല്ല കാര്യം. 4 പേരായിരിക്കും ഭാരവാഹികൾ. എല്ലാവർക്കും യൂണിറ്റ് സെക്രട്ടറി ആവാൻ പറ്റില്ല, എല്ലാവർക്കും ചെയർമാൻ ആവാൻ പറ്റില്ല. ഈ 18 പേരുണ്ടെങ്കിൽ എല്ലാവർക്കും ആവാൻ പറ്റില്ലല്ലോ. 4 പേര് നേതാക്കളുമായിരിക്കും, ബാക്കിയുള്ള അനുയായികൾ. അങ്ങനെയാണല്ലോ സംഭവിക്കുന്നത്. ഇപ്പോൾ അനുയായികൾ അവരാൾക്കാരാണോ എന്ന് എനിക്കങ്ങനെ തെളിയിക്കാൻ പറ്റും? എനിക്കത് തെളിയിക്കാൻ പറ്റില്ല. അവർ മെമ്പർഷിപ്പ് കാർഡ് എൻ്റെ കയ്യിലില്ല. മെമ്പർഷിപ്പ് കാർഡ് ഉണ്ടെങ്കിൽ അതുകൊണ്ട് കത്തിച്ച് കളഞ്ഞായിരിക്കും. പക്ഷേ അതിലെനിക്ക് പരാതിയൊന്നുമില്ല. അവരെ സംഘടനയെ തറതാഴ്ത്തി കാണിക്കണോ എന്ന് ഞാൻ ഒന്നും പറയുന്നില്ല. അവർ പ്രവർത്തിച്ചോട്ടെ, ഒരു കുഴപ്പമില്ല. പക്ഷേ ആ പ്രധാനപ്പെട്ട പ്രതികളിൽ അവരെ ഭാരവാഹികളാണല്ലോ. അപ്പോൾ അവർക്ക് ഒഴിഞ്ഞു മാറാൻ എങ്ങനെ പറ്റും? കാരണം അവർക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അവരാണല്ലോ ഈ ക്രൂരകൃത്യം ചെയ്തത്. അത് ഏത് സംഘടന ആയിക്കോട്ടെ, ഏത് പാർട്ടിയുടെ ആയിക്കോട്ടെ, ഞാൻ ഇത് തന്നെ പറയും. എനിക്കല്ല പ്രത്യേകിച്ച് ഒരു പാർട്ടിയായിട്ട് വിരോധമോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇത്രയും ദിവസം ആയിട്ട് അവർ 4 പേരെ സസ്പെൻഡ് ചെയ്തു എന്ന് പറയും. 4 പേരെ സസ്പെൻഡ് ചെയ്യുകയല്ലല്ലോ, ഈ ബാക്കിയുള്ള എല്ലാവരും പ്രവർത്തകരാണ്. അവരെന്തുകൊണ്ട് സസ്പെൻഡ് ചെയ്യില്ല? അപ്പോൾ ഞാൻ പറയുന്നില്ല അവർ സസ്പെൻഡ് ചെയ്യുക, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. എൻ്റെ അന്വേഷണം ഞാൻ എങ്ങനെ ആവശ്യപ്പെട്ടു ആ രീതിയിൽ വന്ന് നിൽക്കുന്നു. ഇപ്പോൾ അവരും സ്വാഗതം ചെയ്യുന്നു. അനുശ്രീ പറഞ്ഞ പോലെ അവർ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, എനിക്കും അതിൻ്റെ തൃപ്തിയുണ്ട്, ഞാനും സ്വാഗതം ചെയ്യുന്നു. ഇത്രയും ദിവസം ഒന്ന് കാത്തു നിൽക്കേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നല്ലോ. ഈ പ്രതികളെയൊക്കെ അപ്പോഴേ ആ സമയത്ത് തന്നെ പിടിക്കുമായിരുന്നു. പ്രൊട്ടക്ഷൻ ആ സമയത്ത് കൊടുത്തില്ലായിരുന്നുവെങ്കിൽ ഞാൻ തന്നെ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് അവരെ സംരക്ഷിക്കുന്നു എന്ന്. അതിൽ അതിൽ വളരെ വ്യക്തതയുണ്ട്, ഞാൻ ആരോപിച്ചതല്ല. അതിൽ കുറച്ച് ഇൻസിഡൻറ്റ് നിങ്ങൾ കണ്ടതുമാണ്. ആരൊക്കെ സംരക്ഷിക്കാൻ പോയി, അല്ലെങ്കിൽ അവർ പോയപ്പോഴേ ആര് കൂടെ പോയി എന്നുള്ളത് അതെല്ലാം നിങ്ങൾ കണ്ടതാണ്. എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയില്ലേ. ഞാൻ ഒരിക്കലും ഒരു ആരോപണം ഒന്നും പറഞ്ഞിട്ടുള്ളതല്ലല്ലോ. അതുകൊണ്ടാണല്ലോ ഞാൻ ഓരോ കാര്യങ്ങളും അതിൻ്റെ വളരെ വ്യക്തത കിട്ടിയതിന് ശേഷം മാത്രമാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആരാണ് സംരക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ഏത് നേതാവാണ് സംരക്ഷിക്കുന്നത് എന്ന് വരെ ഞാൻ വളരെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതെനിക്ക് പറയേണ്ട ആവശ്യമില്ല. ഈ പ്രതികളെ പിടിക്കുക, അതുകൊണ്ട് അവർക്കൊരു ഹിൻഡ് കൊടുക്കുക, അത് എന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് പറയേണ്ടി വന്നത്. അപ്പോൾ ഇവർ അവസാനം അന്വേഷണത്തിൽ സ്വാഗതം ചെയ്യുമെന്ന് പറയുന്നു. ഓക്കെ, നല്ലതാണ്. അവരും അതിന് സ്വാഗതം ചെയ്യുന്നുണ്ടല്ലോ, നല്ലതാണ്. പറ്റുമെങ്കിൽ അവർക്ക് അവിടെ യൂണിറ്റ് തന്നെ വേണ്ട എന്ന് പറഞ്ഞിട്ട് അവർ പിരിച്ചുവിടും. അതാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രാഷ്ട്രീയമല്ല ഞാൻ പറയുന്നത്. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. കുട്ടികൾ സ്വന്തമായിട്ട് പഠിക്കട്ടെ. അതെ, കലാലയങ്ങളിൽ രാഷ്ട്രീയമുണ്ട്. ശ്രീ ജയപ്രകാശ്, ഞാനും അത് തന്നെയാണ് അനുശ്രീയോട് ചോദിച്ചത്. കലാലയങ്ങളിൽ രാഷ്ട്രീയമുണ്ട്, പക്ഷേ അത് സർഗാത്മകമായ രാഷ്ട്രീയമാണ്. ആ രീതിയിലല്ലാതെ ഒരാളെ പരസ്യ വിചാരണ ചെയ്ത് മരണത്തിലേക്ക് എത്തിക്കുന്ന രാഷ്ട്രീയമുണ്ടെങ്കിൽ അതിന്റെ ആവശ്യമില്ല ഒരു കലാലയത്തിൽ. ഞാൻ അതുകൊണ്ടാണ് അക്കാര്യം എടുത്തു പറഞ്ഞത്. അപ്പോൾ അത് അപ്രസക്തമാണ്, ഞങ്ങൾ നടപടിയെടുത്തല്ലോ, ഞങ്ങൾ പുറത്താക്കിയല്ലോ, ഞങ്ങൾ അവരുമായി ചേരുന്നില്ലല്ലോ എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അനുശ്രീയോട് എനിക്ക് തർക്കിക്കേണ്ടി വന്നത്. ഞാനത് തർക്കിച്ചത് എനിക്ക് വേണ്ടിയല്ല, സിദ്ധാർത്ഥന് വേണ്ടിയാണ്. അങ്ങേക്ക് അത് മനസ്സിലായി കാണുമല്ലോ. തീർച്ചയായും എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് പറയുന്നത്. എനിക്ക് തീർച്ചയായും മനസ്സിലായി. അപ്പോൾ അവിടെ രാഷ്ട്രീയം വേണമെങ്കിൽ അവർക്ക് പ്രവർത്തനം വേണമെങ്കിൽ പ്രവർത്തിച്ചോട്ടെ, നല്ല കാര്യത്തിന് വേണ്ടി പ്രവർത്തിക്കൂ. ഓക്കെ, കോളേജിൽ ഒരു അടിസ്ഥാന സൗകര്യമില്ല, അല്ലെങ്കിൽ അവർക്കൊരു നല്ല ബിൽഡിംഗ് ഇല്ല, അല്ലെങ്കിൽ ആഹാരം മോശമാണ്, അങ്ങനെയുള്ള രീതിയിലൊക്കെ നിങ്ങൾ ഈ ഒരു രാഷ്ട്രീയം ഉപയോഗിക്കും കലാലയങ്ങളിൽ. എൻ്റെ അഭിപ്രായമാണ്, ശരിയാണോ തെറ്റാണോ എന്നറിയില്ല. അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ, അതിനുവേണ്ടി ശബ്ദം ഉയർത്തും. അത് നല്ലതാണ്, നല്ല കാര്യമാണ്. എന്തിനാ ഇങ്ങനെ ഒരു മനുഷ്യരെ ഇങ്ങനെ ഒരു ഇത്ര ക്രൂരമായി തല്ലിക്കൊല്ലുന്ന രീതിയിലോട്ട് നിങ്ങൾ കൊണ്ടുപോകുന്നത്? ആരായിരുന്നല്ലോ, അത് വേണ്ട, ഒരിക്കലും അത് വേണ്ടെന്നാണ് എൻ്റെ അഭ്യർത്ഥനയാണ്. ഇനി വേണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അവിടെ കണ്ടുകൊണ്ടിരുന്ന 400-ഓളം കുട്ടികളെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. എല്ലാം കല്ല് ഹൃദയമായിട്ട് ഇനി പിന്നെ അവരവിടെ പഠിക്കേണ്ട കാര്യം എന്തോന്നാ? അവരവിടെ പഠിക്കേണ്ട ആവശ്യമില്ല. ഉറപ്പായിട്ട് അവിടെ പഠിക്കേണ്ട ആവശ്യമില്ലെന്നല്ല, കോളേജ് തന്നെ തുറക്കേണ്ട ആവശ്യമില്ല, അതിൻ്റെ ആവശ്യവുമില്ല. ഒരു കാര്യം കൂടെ പറയണം. അവിടെ ഒരു 4-5 വർഷത്തിന് മുമ്പ് ഇങ്ങോട്ട് ശരിക്കും പറഞ്ഞാൽ ഏകദേശം 2019 മുതൽ
ഇതുവരെയുള്ള അവിടെ കുറച്ച് ആത്മഹത്യകൾ നടന്നിട്ടുണ്ട്. അനുശ്രീക്ക് അറിയാമോയെന്നറിയില്ല, ചെക്ക് ചെയ്താൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അറിയാമായിരിക്കും. ഒരു ആക്സിഡൻറ്റ്, ഒരു മരണം നടന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷം. കുറച്ച് മരണങ്ങൾ നടന്നിട്ടുണ്ട്, ഒരു ആത്മഹത്യകളും മരണങ്ങളും എല്ലാം നടന്നിട്ടുണ്ട്. ആക്സിഡൻറ്റുകളെല്ലാം ഒന്ന് അന്വേഷിക്കണം. നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് അന്വേഷിക്കണം. അല്ലെങ്കിൽ ഈ വരുന്ന CBI അന്വേഷണ പരിധിയിലോട്ട് കൊണ്ടുവരിക. നിങ്ങൾ തന്നെ ആവശ്യപ്പെടുക. ഇത്രയും പറഞ്ഞല്ലോ, ഞാൻ പറയുന്നു അനുശ്രീ തന്നെ ആവശ്യപ്പെടുക. ഇവിടെ കുറച്ച് മരണങ്ങളും എല്ലാം നടന്നിട്ടുണ്ട്, നമ്മളെ വിദ്യാർത്ഥി സംഘടനയുടെ നേതാവാണെന്ന് പറഞ്ഞിട്ട് താങ്കൾ തന്നെ ഒന്ന് ആവശ്യപ്പെടൂ. CBI വരികയാണെങ്കിൽ, ആര് വരികയാണെങ്കിലും, ഇത്രയും മരണങ്ങൾ ആ സമയത്ത് അവിടെ ആരാണ് ഈ സംഘടനയുടെ നേതാവ്, ആ സമയത്ത് ആരായിരുന്നു അവിടുത്തെ ഡീന്, അവിടുത്തെ മുതിർന്ന അധ്യാപകർ, അവരെല്ലാം അന്വേഷണ പരിധിയിൽ കൊണ്ടുവരട്ടെ. കുറച്ച് വ്യക്തത വരുമല്ലോ. അവിടുത്തെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും കുറച്ചും കൂടെ ഒരു ധൈര്യം വരും. ഇനി പഠിക്കാനോ അല്ലെങ്കിൽ പഠിക്കണോ വേണ്ടേ എന്നുള്ളത്. അല്ലെങ്കിൽ ഒരു അഡ്മിഷൻ എടുക്കാൻ തന്നെ ഇനി പേടിക്കും അവിടെ പഠിക്കാനായിട്ട്. അഡ്മിഷൻ എടുക്കേണ്ട ആവശ്യമില്ല, ഇപ്പോൾ ഉള്ള ബാച്ചുകൾ അവിടെ പഠിക്കേണ്ട ആവശ്യമില്ല. ഞാൻ എൻ്റെ അഭ്യർത്ഥനയാണ് പറഞ്ഞത്. ഈ ഒരു കാര്യവും കൂടെ അനുശ്രീയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ ശരിക്കും അതൊരു നല്ലൊരു നീക്കമായിരിക്കും. ഈ 4-5 വർഷത്തിന് ഇങ്ങോട്ടുള്ള, ഒരു 6 വർഷത്തിന് ഇങ്ങോട്ടുള്ള അവിടുത്തെ മരണങ്ങളൊന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ, ഇത് എൻ്റെ ഒരു ആരോപണമല്ല, ഞാൻ അഭ്യർത്ഥിക്കുക, താങ്കളോട് അഭ്യർത്ഥിക്കുക. ഇതും കൂടെ അങ്ങയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രക്ഷോഭം ഉണ്ടാക്കൂ, അല്ലെങ്കിൽ ഒരു പ്രകടനം നടത്തൂ, എന്തെങ്കിലും ചെയ്യൂ. എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് ഈ പരിധി ഇതും കൂടെ അന്വേഷിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒന്ന് ചെയ്താൽ വളരെ നന്നായിരിക്കും. ഇപ്പോൾ ശ്രീ ജയപ്രകാശ്, ഒരു കാര്യം കൂടിയുണ്ടല്ലോ, ഇതിൽ സിദ്ധാർത്ഥിനെതിരെയുള്ള പരാതി വരുന്നത് അത് മരണശേഷമാണ്. ഇപ്പോൾ അനുശ്രീ പറഞ്ഞതുപോലെ കൃത്യമായി എല്ലാ കാര്യങ്ങളും വളരെ സുതാര്യമായാണ് നടന്നതെങ്കിൽ ഈ പരാതിയുടേതടക്കമുള്ള കാര്യങ്ങൾ അതൊരു ഭാഗത്ത് നിൽക്കുകയാണ്. സിദ്ധാർത്ഥിനെതിരെയുള്ള പരാതിക്കാരി, അങ്ങനെ ഡീനും VCയും തമ്മിലുള്ള പരസ്പരം പഴിചാരൽ, അസിസ്റ്റന്റ് വാർഡൻ സ്ഥിരമായി ഓരോ ദിവസത്തെയും കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടയാൾ അത് വ്യക്തമാക്കിയോ, കൃത്യമായ കാര്യങ്ങൾ ധരിപ്പിച്ചോ, അങ്ങനെ ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും എല്ലായിടത്തും പൊരുത്തക്കേടുകളാണ്. അടിമുടി പൊരുത്തക്കേടുകൾ, അടിമുടി ദുരൂഹത. അതാണ് അവിടെ പൂക്കോട് നമ്മൾ എത്തുമ്പോൾ ഞങ്ങൾക്ക് നേരിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ CBI അന്വേഷണത്തിലേക്ക് വരുമ്പോൾ പ്രധാനമായും നീങ്ങേണ്ട പൊരുത്തക്കേടുകൾ ഏതൊക്കെയാണെന്നാണ് അങ്ങ് കരുതുന്നത്? അതിലും ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നൊന്നല്ല, പ്രധാനമായിട്ടുള്ളതിലൊന്ന് എന്ന് പറയാം. അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫസ്റ്റ് ഇയർ മുതൽ അവൻ്റെ കൊലപാതകം വരെ, അവൻ്റെ ഹോസ്പിറ്റലിൽ അവൻ്റെ ബോഡി കൊണ്ടുപോയത് വരെ ഉള്ള ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. അവൻ്റെ ഏറ്റവും വലിയ ഒരു കൂട്ടുകാരൻ, അവൻ്റെ അമ്മയ്ക്കും ഉണ്ട്, അവനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. മോനെ എന്ന് വിളിച്ചുകൊണ്ട് കിടന്ന അക്ഷയ്. ഇതുവരെയ്ക്കും ഇത് വന്നിട്ടില്ല. ഞാനത് അന്വേഷണ ഉദ്യോഗസ്ഥർ 2 പ്രാവശ്യം ഞാൻ മൊഴി കൊടുത്തതാണ്. ഈ കൊലപാതകത്തിൽ വ്യക്തമായ പങ്കുണ്ട് ഗൂഢാലോചനയിൽ. ഇതുവരെയ്ക്കും അക്ഷയുടെ പേര് വന്നിട്ടില്ല. ഇത് ആരോപണമല്ല, വ്യക്തമായ തെളിവുണ്ട്. രണ്ടാമത്, ഈ ഡീന്, അസിസ്റ്റന്റ് വാർഡന് കാന്തനാഥ്, ഇതുവരെയ്ക്കും അന്വേഷണ പരിധിയിൽ വന്നിട്ടില്ല. ആൻറ്റി റാഗിംഗ് സ്ക്വാഡിൽ തന്നെ വളരെ വ്യക്തമായിട്ട് അവർ പങ്ക് പറയുന്നുണ്ട്. ഞാനും ഇതിനു മുമ്പേ പറഞ്ഞിട്ടുണ്ട്, വെറും ഒരു സസ്പെൻഷനിൽ ഒതുക്കി അങ്ങ് നിർത്തിയേക്കുക. കുറച്ച് നാൾ കഴിഞ്ഞ് അദ്ദേഹം വേറെ ഏതെങ്കിലും ജോലിക്ക് കയറുമായിരിക്കും. നമ്മൾ അതിൻ്റെ പുറകെ പോകുന്നില്ലല്ലോ, ഇയാൾ വേറെ ജോലിക്ക് കയറുന്നുണ്ടോ ഇല്ലെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അത് ഈ വളരെ വ്യക്തമാണ്. ഈ അന്വേഷണ ആരാണ് അന്വേഷിക്കാൻ വരുന്നത്, അവർ തന്നെയാണ് ഇതിന് മുൻകൈ എടുക്കണം. ഇതിൽ ഡിസ്മിസൽ ചെയ്ത് സർവീസിൽ നിന്ന് മാറ്റി നിർത്തി തന്നെ ഇവരെ അന്വേഷണ വിധേയരാക്കണം. സർവീസിൽ വേണ്ട. അത് കഴിഞ്ഞിട്ട് ഈ പെൺകുട്ടി ആർക്കാണ് പരാതി കൊടുത്തത്? അവൻ്റെ മരണശേഷം, അവൻ്റെ കൊലപാതകത്തിന് ശേഷം പരാതി കൊടുത്തത് അവിടുത്തെ സംഘടനയ്ക്കാണ്. അവർക്ക് ഇത്ര ധാർമ്മികത ഉണ്ടെങ്കിൽ ആ സംഘടന എന്തുകൊണ്ട് പറഞ്ഞില്ല, മരണശേഷം ഒരാൾ മരിച്ചുപോയി, ഇനി പരാതി കൊടുത്തിട്ട് കാര്യമില്ല, എന്തിനാണ് പരാതി കൊടുക്കുന്നത്? അത്ര ധാർമ്മികത ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് അവർ ചിന്തിക്കാത്തത്? പെൺകുട്ടി ആദ്യം കൊടുക്കുന്നത് അവർ സംഘടനയ്ക്കല്ലേ? ആ സംഘടനയിൽ നിന്നാണല്ലോ അവിടുത്തെ കംപ്ലയിൻറ്റ് കമ്മിറ്റിക്ക് പോകുന്നത്. ഈ അവിടുത്തെ ചെയർമാനോ അല്ലെങ്കിൽ ജോയിന്റ് സെക്രട്ടറി, അവർക്കാണല്ലോ ആദ്യം കംപ്ലൈന്റ് കൊടുത്തത്. ശ്രീ ജയപ്രകാശ്, അവിടെയാണ് ഒരു കാര്യം കൂടിയുള്ളത്. ശ്രീ ജയപ്രകാശ്, അവിടെ ഒരു കാര്യം കൂടിയുണ്ട്. സിദ്ധാർത്ഥനെതിരെ വിദ്യാർത്ഥിനി നൽകിയ പരാതി അന്വേഷിക്കാനായിട്ടുള്ള ഈ ആഭ്യന്തര പ്രശ്നപരിഹാര സമിതി ഉണ്ടല്ലോ, ICCയിൽ SFIയുടെ യൂണിറ്റ് സെക്രട്ടറി, കോളേജ് 2ാം വർഷ വിദ്യാർത്ഥി അഭിഷേക് S, അത് പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതിയാണ്. അഭിഷേക് S അടക്കമുള്ള ഒരു സമിതിയുടെ മുന്നിലേക്കാണ് ഈ പരാതി പോകുന്നത്. മോശമായി പെരുമാറിയെന്ന് കാട്ടി പരാതിപ്പെട്ടത് മരണശേഷമാണ് എന്ന് വ്യക്തമാക്കുന്ന തെളിവുകളൊക്കെ പുറത്തു വന്നതാണ്. വുമൻസ് സെല്ലിൽ പരാതിക്കാരിയുടെ സുഹൃത്ത് മുഖേന പരാതി കിട്ടുന്നത് എന്നാണ്? ഫെബ്രുവരി 19-ാം തീയതിയാണ്. ICCക്ക് കൈമാറിയത് 20-നാണ്. ഇതൊക്കെ ആഭ്യന്തര പരാതി സെല്ലിലെ അംഗങ്ങൾ തന്നെ വെളിപ്പെടുത്തുന്നത് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. അപ്പോൾ ഓരോ ഇടത്തും തെളിവുകൾ ചമയ്ക്കുന്നതിനായി അടക്കം നടത്തിയ ഇടപെടലുകൾ കൂടി പുറത്തു വരണ്ടേ CBI അന്വേഷണത്തിൽ? തീർച്ചയായും വേണം. അങ്ങ് പറഞ്ഞത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ്. ഞങ്ങൾക്ക് കിട്ടിയ വിവരം, ഈ ആൻറ്റി റാഗിംഗ് സ്ക്വാഡ് കണ്ടുപിടിക്കുന്നതിന് മുമ്പേ ഞങ്ങൾക്ക് കിട്ടിയ വിവരങ്ങളായിരുന്നു. വളരെ കറക്റ്റായിട്ട് ആ സ്ക്വാഡ് അത് കണ്ടുപിടിക്കുകയും ചെയ്തു. ആ കോളേജിലുള്ള ആൻറ്റി റാഗിംഗ് സ്ക്വാഡിലുള്ള ഒരാളാണ് ഈ അഭിഷേക് എന്ന് പറഞ്ഞത്.
അദ്ദേഹത്തിന് മുമ്പേ കൊണ്ടുപോകുന്നത് അവരുടെ നേതാവ്, സംഘടനയുടെ നേതാവ്, അദ്ദേഹത്തിൻ്റെ മുമ്പേ ഈ പരാതി കൊണ്ടുപോകുന്നത്. കൊല്ലപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ അവരുടെ ഭാഷയിൽ മരിച്ചു പോയതിന് ശേഷം എന്തിനായി ഇത് സ്വീകരിക്കുന്നത്? അവർക്ക് പറഞ്ഞുകൂടെ സ്വീകരിച്ചു? അപ്പോൾ അതിന് അവരുടെ ഈ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഇതിൽ മുന്നോട്ട് കൊണ്ടുപോയ ഉദ്യോഗസ്ഥർ, സഹായിച്ച ഉദ്യോഗസ്ഥർ, അവരും കൂടെ ഈ കൊലപാതകത്തിൽ പങ്കാണല്ലോ. ആ പങ്കുള്ളത് കൊണ്ടാണല്ലോ ഇവർ ഈ പരാതിയും കൊണ്ടുപോയി എങ്ങനെയെങ്കിലും ഇതിനൊരു പെണ്ണ് കേസ്, അവർക്ക് ചെക്ക പൈസ പറഞ്ഞാലും ഒരു പെണ്ണ് കേസായിട്ട് മാറ്റണം, ഇവർക്ക് എല്ലാവർക്കും മാറ്റണം. അപ്പോൾ ഇവർ മാത്രമല്ലല്ലോ, ഈ പറഞ്ഞ ഈ സംഘടനയിലുള്ള ഈ നേതാക്കൾ മാത്രമല്ല, അതിലുള്ള ഏതെങ്കിലും കമ്മിറ്റി അംഗം, അവർ ഉദ്യോഗസ്ഥരുണ്ടോ, അവരുൾപ്പെടെ ഇതിൽ കൊലപാതകത്തിൽ പ്രതിയാണ്. ഗൂഢാലോചനയിൽ ഒന്നാം പ്രതി എന്നില്ല, ഗൂഢാലോചനയിൽ മുഖ്യ പ്രതിയിൽ ഒരാളായിട്ട് ഈ പെൺകുട്ടിയെയും പ്രതി ചേർക്കണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. രണ്ടാമത്തെ മൊഴിയെടുത്തപ്പോൾ അതിൻ്റെ ഉദ്യോഗസ്ഥനോട് പറഞ്ഞു. ഇതുവരെയ്ക്കും ആ പെൺകുട്ടിയുടെ പേര് പോലും വന്നിട്ടില്ല. എന്താ വരാത്തത്? പെൺകുട്ടിയല്ല പരാതിക്കാരി. വെളിപ്പെടുത്തു പരാതിയായിട്ട്, എനിക്കിത് പരാതി ഉണ്ടെന്ന്. ഒരു പ്രാവശ്യം പരാതി കഴിഞ്ഞിട്ട് എന്താ പെൺകുട്ടിയെ വിളിച്ചു കളയുന്നത്? പരാതി പറയട്ടെ. ഈ പരാതി മുൻപോട്ട് കൊണ്ടുപോയിട്ടുള്ള ഈ നേതാക്കന്മാരെല്ലാവരും ഉണ്ടല്ലോ, എന്തുകൊണ്ടാണ് അവരിത് കൊണ്ടുപോയത്? അത്ര ധാർമ്മികതയാണെങ്കിൽ ഈ അവർ പറയണമല്ലോ, ഇനി കൊണ്ടുപോകണ്ട, ഈ പരാതി കൊണ്ടുപോകണ്ട, ആൾ പോയി, ആൾ വിട്ടുപോയി, ഇനി പരാതി കൊണ്ടുപോകണ്ട. അപ്പോൾ അല്പകൊല്ലം ചിന്തിക്കുന്നവർക്ക് അറിയാമല്ലോ, അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പരാതി കൊണ്ടുപോയത്, മുമ്പോട്ട് കൊണ്ടുപോയത്? അതിലെല്ലാം നല്ല ഗൂഢാലോചന ഉണ്ടല്ലോ, അതിനെല്ലാം ഉത്തരം കണ്ടെത്തേണ്ടി. ശ്രീ ജയപ്രകാശ്, ഈ പരാതി കിട്ടിയതിനു ശേഷം 2 തവണ ICC യോഗം ചേർന്നിട്ടുണ്ട്. സിദ്ധാർത്ഥൻ ഒരു പെൺകുട്ടിയോട് മോശമായി പെരുമാറിയെന്ന് കാണിച്ചുള്ള ഈ പരാതി ICCക്ക് ലഭിച്ചതിന് ശേഷം 2 തവണ യോഗം ചേരുന്നു. ഫെബ്രുവരി 20-ാം തീയതിയും 26-ാം തീയതിയും. ഈ പരാതി അവസാനിപ്പിക്കുന്നത് സിദ്ധാർത്ഥൻ മരിച്ചതിനാൽ പരാതിയിൽ തീർപ്പുണ്ടാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതിൽ 8 അംഗങ്ങൾ ഒപ്പുവെച്ചിട്ടുണ്ട്. ആ ഒപ്പുവെച്ച 8 പേർക്കും ഈ പരാതിയുടെ നിജസ്ഥിതി, അതിൽ കോളേജ് അധികൃതരടക്കം അറിഞ്ഞുകൊണ്ടാണോ ഈ പരാതിയിന്മേൽ സിറ്റിംഗ് നടത്തിയത്? അങ്ങനെയുള്ള കാര്യങ്ങളും അന്വേഷണ പരിധിയിൽ വരേണ്ടതല്ലേ? തീർച്ചയായും പരാതിയുടെ നിജസ്ഥിതി മാത്രമല്ല, ഈ 8 പേർക്കും ഈ കോളേജ് അധികൃതർക്കും ആരൊക്കെ ഇതിൽ ഒപ്പുവെച്ചു അവർക്കെല്ലാവർക്കും ഈ കൊലപാതകത്തിൽ ഡയറക്റ്റോ ഇൻഡയറക്റ്റ് ആയിട്ടോ ഉള്ള പങ്കുണ്ട്. അത് അവർക്ക് മൂടി വയ്ക്കണം. ഇല്ലെങ്കിൽ അവർ 20-ാം തീയതി ഇതിനെ കൂടെ ഒരു കമ്മിറ്റി കൂടേണ്ട കാര്യം തോന്നുന്നു, ഇവർക്ക് മീറ്റിംഗ് കൂടേണ്ട കാര്യം തോന്നുക വേറെ കാര്യമൊന്നും അല്ലല്ലോ. വേറെ ഒരു മനുഷ്യൻ്റെ വിൽപത്രം തയ്യാറാക്കേണ്ട കാര്യമല്ലല്ലോ ഇത്. ഒരു മരണപ്പെട്ടു പോയി, കൊല്ലപ്പെട്ടു പോയി ആ വിദ്യാർത്ഥിയുടെ, ആ ഒരു മനുഷ്യൻ്റെ പേരിലുള്ള ഒരു കംപ്ലൈൻറ്റ്, അല്ല ഉപദ്രവിച്ചു എന്നുള്ള കംപ്ലൈൻറ്റ് ഓക്കെ തെളിയിച്ച് കഴിഞ്ഞാലും അതിൽ നിന്ന് ഇവർക്ക് എന്താ ലാഭം കിട്ടുന്നത്? അതാ മനസ്സിലാവാത്തത്. 20-ാം തീയതി കൂടുന്നു, 18-ാം തീയതിയാണ് കൊല്ലപ്പെടുന്നത്. അവർ 20-ാം തീയതി കൂടുന്ന കമ്മിറ്റി 20-ാം തീയതി കൂടിയിട്ട് അവർക്ക് എന്താ ഒരു തീരുമാനത്തിലോട്ട് എത്തണമോ? 20-ാം തീയതി കമ്മിറ്റി കൂടിയിട്ട് കുറ്റക്കാരാണ് കണ്ടു കഴിഞ്ഞിട്ട് എന്താ അവരുടെ ഉദ്ദേശം? കാരണം കണ്ടു കഴിഞ്ഞിട്ട് എന്താ അവർക്ക് ചെയ്യേണ്ടത്? വീണ്ടും എൻ്റെ മകനെ ശിക്ഷിക്കണോ? അതാണ് മനസ്സിലാവാത്തത്. ഇത്രയും കഴിഞ്ഞിട്ട് എന്താ മകനെ വീണ്ടും ശിക്ഷിക്കണോ? ഈ 20-ാം തീയതി കഴിഞ്ഞിട്ട്, ഈ 18-ാം തീയതി മരണം കഴിഞ്ഞിട്ട്. അപ്പോഴവർക്കിത് വ്യക്തമായ ഒരു അജണ്ട ഉണ്ട്, ഉറപ്പായിട്ടുമുണ്ട്. ആ സൈൻ ചെയ്തിട്ടുള്ള 8 പേരോ അതിൽ കൂടെ നിന്ന് എവിടെ വെച്ചാണ് അവർ കമ്മിറ്റി എടുത്തത്, ആരൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല. CBI അത് കണ്ടുപിടിക്കും. ഈ കൊലപാതകത്തിൽ ഇവർക്കെല്ലാവർക്കും വ്യക്തമായ പങ്കുണ്ട്, ഡയറക്റ്റോ ഇൻഡയറക്റ്റോ ആയിട്ടുള്ള വ്യക്തമായ പങ്കുണ്ട്. എൻ്റെ ഒരു 80% നിഗമനത്തിൽ അവർക്ക് ഡയറക്റ്റായിട്ട് തന്നെ പങ്കുണ്ട് എന്നാണ്. ഇല്ലെങ്കിൽ അവർ ഇങ്ങനത്തെ ഒരു വേല ഒരിക്കലും ചെയ്യില്ല. കൊല്ലപ്പെട്ട് കഴിഞ്ഞവനെ വീണ്ടും കൊല്ലുക എന്നുള്ളത് എനിക്ക് ഇത് കേട്ടുകേൾവില്ലാത്തൊരു സംഭവം. അവർക്ക് കൊന്നു മതിയായില്ല, പിന്നെ വീണ്ടും കൊല്ലണം. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ഒരുപാട് ദുരൂഹതകൾ ഇതിൽ പുറത്ത് കൊണ്ടുവരണം. വെറുതെ ഇത്ര പേര് ആക്രമിച്ചു, മരണപ്പെട്ടു അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു എന്ന് മാത്രം പറ്റില്ല. എല്ലാ ഗൂഢാലോചനയും പുറത്തു വരണം. അങ്ങയുടെ ഈ പോരാട്ടത്തിനൊപ്പം ഞങ്ങളുമുണ്ട്. അതുകൊണ്ടാണ് റിപ്പോർട്ടർ ഈ സമയം അങ്ങയെ വിളിച്ചിരുത്തുകയും ഈ കാര്യങ്ങളെല്ലാം വിശദമായി തന്നെ റിപ്പോർട്ട് ചെയ്യുകയും അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്തത്. ഞങ്ങൾക്കൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി ശ്രീ ജയപ്രകാശ്.